നമസ്കാരം പ്രിയമുള്ളവരെ. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ സമാധാനത്തിനു വേണ്ടിയുള്ള വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുന്നതിനോടൊപ്പം തന്നെ സംഘർഷ സാധ്യതയും നിലനിൽക്കുന്നതാണ്. കടുത്ത സംഘർഷമാണ് ഇസ്രായേലും ഹമാസും തമ്മിൽ ഈ അവസരത്തിൽ നിലനിൽക്കുന്നത്. പക്ഷേ പ്രതീക്ഷയുടെ കിരണങ്ങൾ എന്നതുപോലെ അവിടെ ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. ഗസയിൽ ഇന്നലെയും ഇസ്രായേലിന് കനത്ത തിരിച്ചടി കിട്ടി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ബെൻ ഹാനിയയിൽ ഹമാസിന്റെ ആക്രമണത്തിൽ 5 IDF സൈനികർ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരികയാണ്. 11ഓളം സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നും ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. IDF ഈ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തങ്ങളുടെ 5 സൈനികർ ഹമാസിന്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്ന് IDFും സ്ഥിരീകരിക്കുന്നു. മറ്റൊന്ന്, IDFിന്റെ മേധാവി ഇയാൻ ഷമീറിന്റെ പ്രസ്താവനയാണ്. അദ്ദേഹം പറയുന്നത്, ഇസ്രായേൽ ഗവൺമെന്റ് തങ്ങളെ ഗസയിൽ ഏൽപ്പിച്ച ദൗത്യം അത് പൂർണ്ണമായി വിജയിക്കുവാൻ IDFന് കഴിയുന്നില്ല എന്ന ഒരു കുറ്റസമ്മതം IDF മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടാകുകയാണ്. 21 ലക്ഷം വരുന്ന ഗസക്കാരെ വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് മാറ്റുവാൻ തങ്ങൾക്ക് കഴിയുന്നില്ല. അഥവാ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഒപ്പം ഗസയിലെ ആളുകളുടെ ഭാഗത്തു നിന്നും ശക്തമായ തിരിച്ചടി ചെറുത്തുനിൽപ്പുണ്ടാകുന്നത് കൊണ്ട് തന്നെ ആ ദൗത്യത്തിൽ തങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയുന്നില്ല എന്ന IDF മേധാവി കുറ്റസമ്മതം നടത്തുന്നതായ വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ യുദ്ധ ക്യാബിനറ്റിൽ ഇയാൻ ഷമീറും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പരസ്പരം ഉടക്കി വാഗ്വാദങ്ങൾ ഏർപ്പെട്ടതായുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനത്തെ തുടർന്ന് 21 ലക്ഷം ഗസ നിവാസികളെ വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് മാറ്റുന്നതിൽ IDF പരാജയപ്പെടുന്നു എന്ന ഇയാൻ ഷമീറിന്റെ വാദഗതിയെ ചോദ്യം ചെയ്തുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ചോദിച്ചത്, ഗസയെപ്പോലും പരാജയപ്പെടുത്തുവാൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെയാണ് ഇറാനെ പോലെയുള്ള വലിയ രാജ്യത്തെ പരാജയപ്പെടുത്തുവാൻ കഴിയുന്നത് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു IDF മേധാവി ഇയാൻ ഷമീറിനോട് ചോദിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഈ അവസരത്തിൽ. എന്തായാലും ഫലസ്തീന്റെ സ്വതന്ത്ര രാഷ്ട്ര ചർച്ചയും ഈ അവസരത്തിൽ പുരോഗമിക്കുകയാണ്. സൗദി അറേബ്യയും അതുപോലുള്ള ഗൾഫ് രാജ്യങ്ങളുമൊക്കെ ഇതിന്റെ മുന്നിൽ വളരെ പ്രാവർത്തികമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് തങ്ങൾ ഈ ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായി മാറുന്നതിനെ എതിർക്കുന്നില്ല എന്നാണ്. പക്ഷേ ഇസ്രായേൽ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അതായത് സ്വതന്ത്ര രാഷ്ട്രമാകുകയാണെങ്കിലും ഇസ്രായേലിന്റെ അണ്ടർ കൺട്രോളിലായിരിക്കും ഫലസ്തീൻ. അതായത് സൈനികവും സുരക്ഷയും പോലീസും ഒക്കെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ ഒരുപക്ഷെ ഫലസ്തീനെ സ്വതന്ത്രമാക്കുന്നതിനുള്ള നടപടികളുമായി സഹകരിച്ചു പോകുവാൻ ഇസ്രായേൽ സഹകരിച്ചേക്കാം എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ്. എന്തായാലും ഇത് ഫലസ്തീൻ സ്വാതന്ത്ര്യ സമര പോരാളികൾ എത്രത്തോളം ഇതിനെ അക്സെപ്റ്റ് ചെയ്യും, സ്വീകരിക്കുമെന്ന രീതിയിലുള്ള ചർച്ചകളുമൊക്കെ പുറത്തു വരികയാണ്. എന്തായാലും ഫലസ്തീൻ സ്വതന്ത്ര രാജ്യമാകുന്നതിനുള്ള ചുവടുവെപ്പുകൾ അന്താരാഷ്ട്ര തലത്തിൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമാകുന്ന ചർച്ചകളുമൊക്കെ പുറത്തു വരികയാണ്. പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു രീതി നമുക്കറിയാം, അമേരിക്കൻ ഭരണഘടന നമുക്കറിയാം. 2 പ്രാവശ്യം മാത്രമേ ഒരാൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകുവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് 2 പ്രാവശ്യം 2 ടൈമിൽ പ്രസിഡന്റ് ആവുകയാണ്. അദ്ദേഹത്തിന് ഇനി ഒരിക്കൽ കൂടി അമേരിക്കൻ പ്രസിഡന്റ് ആകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ലക്ഷ്യമാക്കുന്നത് നൊബേൽ സമ്മാനം, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ആണ് എന്ന രീതിയിൽ ചർച്ചകൾ ഉണ്ടാകുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള ഒരു സമാധാന കരാർ നിലവിൽ വരുത്തിക്കൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ നോബൽ സമ്മാന ജേതാവാകാനുള്ള സാധ്യതകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യണം. നേരത്തെ പാകിസ്ഥാൻ അദ്ദേഹത്തെ നോബൽ സമ്മാനത്തിന് വേണ്ടി നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഈ നോബൽ സമ്മാനം കൊടുക്കുന്ന കമ്മിറ്റിക്ക് ഡൊണാൾഡ് ട്രംപിനെ ശുപാർശ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കണം, സമാധാനത്തിന് വേണ്ടിയുള്ള നോബൽ സമ്മാനത്തിന് പരിഗണിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് കത്ത് നൽകിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അദ്ദേഹം ഈ കത്തിന്റെ കോപ്പി ഡൊണാൾഡ് ട്രംപിന് കൈമാറിയതുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിലനിൽക്കുകയാണ്. അതായത് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനം ലഭിക്കുവാനുള്ള ഒരു ഉപാധിയായി ഈ സമാധാന കരാറും അതുപോലെ ഫലസ്തീന്റെ സ്വതന്ത്ര രാഷ്ട്രവും ഒക്കെ മാറിയേക്കാം എന്ന രീതിയിലുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു നിമിഷവുമാണിത്. മറ്റൊന്ന്, ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള കപ്പൽ ഹൂതികൾ ആക്രമിച്ചു എന്നാണ്. ഹൂതികൾ പറയുന്നത് ഈ കപ്പൽ ഇസ്രായേലി തുറമുഖത്തേക്ക് പോയി എന്നാണ്. എന്തായാലും ഈ കപ്പലിലെ ജീവനക്കാരെ ബോട്ടുകൾ രക്ഷപ്പെടുത്തി എന്ന വാർത്ത പുറത്തു വരുന്നു. ഒപ്പം തന്നെ ഇതിന് തിരിച്ചടി ഇസ്രായേൽ കൊടുത്തു. ഹുദൈദ തുറമുഖം ആക്രമിച്ചു, അവിടെയുള്ള പവർ സ്റ്റേഷൻ നശിപ്പിച്ചു. ആളപായം ഹൂതികളുടെ ഭാഗത്തുനിന്നുണ്ടായതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ഒപ്പം മസൂദ് പെസഷ്കിയാന്റെ ഒരു പ്രസ്താവന വരുന്നു. 12 ദിനം നീണ്ട ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ സമയത്ത് തന്നെ വധിക്കുവാൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നു. താൻ യോഗം ചേർന്നിരുന്ന കെട്ടിടം ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമ ആക്രമണം നടത്തിയിരുന്നു. തലനാരിഴയ്ക്കാണ് താൻ രക്ഷപ്പെട്ടത് എന്ന ഒരു വാദം മസൂദ് പെസഷ്കിയാന്റെ ഇറാൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. നേരത്തെ തന്നെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ഇസ്രായേൽ വളരെയധികം
ചാരന്മാരെ ഇറാൻ നിയോഗിച്ചിരുന്നു. അവർ കൊടുക്കുന്ന വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു മിക്കപ്പോഴും ഇറാനു നേരെയുള്ള ആക്രമണം. അതിൽ കുറേയധികം ചാരന്മാരെ, ഏകദേശം 700-ലധികം ചാരന്മാരെ ഇറാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വരികയായിരുന്നു. അവരവിടെ വിചാരണ നടപടികൾ നേരിടുകയാണ്. ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ അവരെ തിരികെ കൊടുക്കണമെന്നാണ്. എന്തായാലും ഇറാൻ അത് നിരസിക്കുകയാണ്. ഈ ചാരശൃംഖലയെ വ്യക്തമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു ശൃംഖലയെ മുറിക്കുവാനുള്ള ശ്രമങ്ങളുമായി ഇറാൻ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ചും ഇസ്രായേലിലെ മൊസാദിന്റെ കേന്ദ്രം ആക്രമിക്കുന്നതിലും അവരുടെ ഓപ്പറേഷൻ വിങ്ങിന്റെ കേന്ദ്രങ്ങളും അവരുടെ കമ്പ്യൂട്ടറുകളും ഒക്കെ തകർക്കുന്നതിലും ഇറാൻ വിജയിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളും ഒക്കെ പുറത്തു വരുന്നു. എന്തായാലും ഇറാനെ സംബന്ധിച്ച് മൊസാദ് വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഗവൺമെന്റ് ഓഫീസുകളുടെയും പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും വസതിയുടെയും പോലും, പ്രത്യേകിച്ചും അവിടുത്തെ ആണവ ശാസ്ത്രകാരന്മാരുടെ, സൈനിക തലവന്മാരുടെ ഒക്കെ വസതികളും ഒക്കെ വളരെ കൃത്യമായി IDF അറിയിക്കുവാൻ മൊസാദിന്, ഇറാനിൽ കടന്നു കയറിയ മൊസാദിന് കഴിഞ്ഞിരുന്നു. അതാണ് ഈ ഇറാനെ സംബന്ധിച്ച് യുദ്ധത്തിൽ കുറച്ചെങ്കിലും തിരിച്ചടി ഉണ്ടാകുന്നതിന് കാരണം. പക്ഷേ ഇറാൻ ആ കാരണങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ശക്തമായ റെയ്ഡുകളുമായിട്ട് മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ചും ഇറാന്റെ അർദ്ധസൈനിക വിഭാഗം അവിടെ ഇറാനിൽ വ്യാപകമായ റെയ്ഡുകളും പിടിച്ചെടുക്കലുകളുമൊക്കെയാണ് നടക്കുന്നതെന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. നേരത്തെ ഇറാനകത്ത് കടന്നു കയറി അവിടെ ഒരു ട്രോൺ കേന്ദ്രം ഇസ്രായേൽ സ്ഥാപിച്ചിരുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ പുറത്തുവന്നു. ആ ട്രോൺ കേന്ദ്രത്തിൽ നിന്ന് ആദ്യമായി ട്രോൺ ആക്രമണം നടത്തി ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തതിന് ശേഷമാണ് ആദ്യമായി ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ആ ട്രോൺ കേന്ദ്രം പിന്നീട് ഇറാൻ പ്രതിരോധ സേന കണ്ടെത്തി നശിപ്പിച്ചു, അവരെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ വാർത്തയും വലിയ പ്രാധാന്യത്തോടെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം. എന്തായാലും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു യുദ്ധത്തിന്റെ നിഴൽ ഇപ്പോഴും ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ചർച്ചകളൊക്കെ പുരോഗമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇരു രാജ്യങ്ങളും തങ്ങളുടെ സഖ്യരാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു വ്യഗ്രതയിൽ കൂടിയാണ്. നേരത്തെ ഇറാൻ ചൈനയിൽ നിന്ന് JC-10 മുതലായ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങുന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒപ്പം B-2 ഫൈറ്റർ ജെറ്റുകൾ ഇസ്രായേൽ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്തായാലും യുദ്ധം താൽക്കാലികമായി മാത്രമാണ് നിന്നത് എന്ന രീതിയിൽ തന്നെയാണ് ഇരു രാജ്യങ്ങളുടെയും പ്രതികരണം. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആ മേഖലയിൽ ഇത്ര ശക്തമായി നിലനിൽക്കുന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പിൽ തന്നെ ഭീഷണിയാകും എന്ന ഒരു തിരിച്ചറിവ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹമാസുമായിട്ടും ഒരു വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ പോകുന്നത്. ഒരുപക്ഷെ ഇറാനുമായിട്ട് ഇനിയൊരു യുദ്ധമുണ്ടായാൽ 4 ഭാഗത്തു നിന്നുള്ള ആക്രമണം ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ട്. ഹൂതികൾ, ഹമാസ്, അതുപോലെ ഹിസ്ബുള്ള. അതുകൊണ്ട് തന്നെ അവരുമായിട്ടൊക്കെ ഒരു സമാധാന കരാറിലെത്തുകയാണ് ഇസ്രായേൽ ഈ അവസരത്തിൽ ഏറ്റവും നല്ല മാർഗം എന്ന് ഉള്ള വിലയിരുത്തലാണ് ഇസ്രായേലിനെ. നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ ഇസ്രായേൽ എപ്പോഴാണോ പരാജയത്തിന്റെ ഒരു കയ്പുനീർ രുചിക്കുന്നത്, അപ്പോൾ അവർ അമേരിക്കയെ സ്വാധീനിച്ച് ഒരു വെടിനിർത്തൽ കരാർ എത്തുകയാണ്. നേരത്തെ ഹിസ്ബുള്ളയ്ക്കൊപ്പവും അതുപോലെ ഹൂതികൾക്കൊപ്പവും ഒക്കെ അങ്ങനെയായിരുന്നു. കാരണം തിരിച്ചടി നേരിടുന്ന ഒരു സന്ദർഭത്തിൽ ഇസ്രായേൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് വരിക എന്നതാണ് സ്വാഭാവികമായും സംഭവിക്കുന്നത് എന്നത് വലിയ യാഥാർത്ഥ്യമായ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ചയാണ്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.